മൈൻഡ് ചാൻറ്റിങ്ങിൻ്റെ ടാരോ കാർഡ് റീഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഇന്ന് കോൺടാക്റ്റ് ചെയ്യുമോ അല്ലയോ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ യാതൊരു കോൺടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഒരാളാവാം, ചിലപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ടാവാം, ചിലപ്പോൾ ടെമ്പററി ആയിട്ടൊന്ന് പിണങ്ങിയിരിക്കുന്ന ഒരാളും ആവാം. അപ്പോൾ എന്താണ് ഇപ്പോൾ എന്ന് നമുക്ക് നോക്കാം, യൂണിവേഴ്സിനോട് ചോദിച്ച് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, പോസിറ്റീവായിട്ടും അതുപോലെ നെഗറ്റീവ്സ് ആയിട്ടുള്ള മെസ്സേജസ് വരാം. അതിൽ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തൊട്ടായിരിക്കും നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാർഡ്സൊക്കെ ഷഫിൾ ചെയ്ത് എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് നോക്കാം. എന്താണ് ആ വ്യക്തിയുടെ എനർജി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ എനർജി എന്നാണ് കേട്ടോ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ഇനി ആ വ്യക്തി ഇന്ന് നിങ്ങളുമായി അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ മാക്സിമം 24 hours നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. നമുക്ക് നോക്കാം. ആ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു സാധ്യത ഉണ്ട്, ആ വ്യക്തിക്ക് ഒരു പുനർചിന്തനം വരാൻ ഒരു സാധ്യത കാണുകയാണ് ഇവിടെ. എന്തായാലും നിങ്ങളെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായി, നിങ്ങളുടെ പിണക്കം മാറിയോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വേർപാടിലൂടെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നറിയാനൊക്കെ അവർക്കൊരാഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കോൾ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതൊരു 99% നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഒരു 60% നമുക്ക് പറയാം. അടുത്തതായിട്ട് നിങ്ങളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അവർ നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കണ്ട, എന്നാൽ ഞാനും പിണങ്ങിയിരുന്നേക്കാം, അങ്ങനൊരു രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കതിൽ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങളുടെ മനസ്സ് ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ആദ്യം ആ വ്യക്തി നിങ്ങളെ വിളിക്കട്ടെ, അങ്ങനെ ഇത് ആ ഒരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളും അങ്ങോട്ട് വിളിക്കണം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തി എന്നെ വിളിക്കട്ടെ അല്ലെങ്കിൽ അവരെന്നെ വിളിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത് വന്ന കാർഡ് എഴുതാൻ നോക്കാം. ദ എംബറസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇങ്ങോട്ട് ഒരു വിളി വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് വന്നതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇങ്ങോട്ട് മാത്രമല്ല നിങ്ങളുടെ മനസ്സ് പറയും അങ്ങോട്ട് വിളിക്കാൻ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ആ വ്യക്തി ഇങ്ങോട്ട് വിളിക്കാനുള്ള കൂടുതൽ സാധ്യതകൾ കാണുന്നു. ഇനി എങ്ങാനും വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുകയാണ് അങ്ങോട്ട് വിളിക്കാൻ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനും ഉള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാരോ കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് ഒരുപാട് പേർക്കെങ്കിലും റെസൊനേറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.